ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുപദാന്തികം വന്ദേഹം ശ്രീഗുരോം ശ്രീഗുരുപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സകലനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലതാം ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാരസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപൃച്ഛ കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ ധന്യവാദ പ്രണാം. ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സുഭാഷിതത്തില് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലെ. ഇപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനാഥം നമാമി ഹരിം പരം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാവും ശ്രീമദ് ഭാഗവതം എഴുതിയപ്പോൾ വ്യാസദേവൻ അവസാനം ഈ ഒരു ശ്ലോകം ഇങ്ങനെ എഴുതിയത്? ഇപ്പോൾ ശൗനകാദികള് സൂത മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ പോയി കഴിഞ്ഞാല് ഈ ധർമ്മമൊക്കെ നമുക്ക് എവിടെയാ കാണാൻ കഴിയുക അല്ലെ? ആ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താണ്? ധർമ്മം എന്ന് പറയുന്നത് ഭാഗവതത്തിലൂടെ നമുക്ക് ദർശിക്കാൻ പറ്റും. ധർമ്മം എന്ന് പറയുന്നത് ഭാഗവതത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കാരണം കലിയുഗത്തില് ഭഗവാൻ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത് അല്ലെ. കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ എന്നാ പറയാം. അതുകൊണ്ട് ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെ ഒരുവന് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാ 17,999 ശ്ലോകങ്ങളും പറഞ്ഞിട്ട് സാരമായിട്ട് എന്ത് ചെയ്തത്? അവസാനത്തെ ശ്ലോകം പരീക്ഷിത്ത മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനാം തന്നമാമി ഹരിം പരം അല്ലെ. ഇപ്പോ കാരണം കലിയുഗത്തിലുള്ള ജനങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ പേരും ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് അല്ലെ. അതിന്റെ പ്രധാന ആരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഭഗവാനെ മറന്നിട്ട് മനസ്സ് ഭൗതികമായിട്ടുള്ള ആ ഓരോ ആസ്വാദനത്തിന്റെയും പിന്നാലെ പോകുന്നത് കൊണ്ടാ നമുക്ക് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാവുന്നത്. എന്നാൽ യഥാർത്ഥത്തില് എപ്പോഴാണോ നമ്മൾ നാമം ജപിക്കാനായിട്ട് തുടങ്ങുന്നത്, ആ നാമം ജപിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതല് നമ്മളിലെല്ലാം അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ഉണർന്നെണീക്കുന്നു. എങ്ങനെയാ ഉണരുന്നേ? മനസ്സിലെ മാലിന്യമെല്ലാം ഇല്ലാതായിട്ട് മനസ്സാകുന്ന കണ്ണാടിയിലെ പൊടിപടലങ്ങളെല്ലാം മാറി ഭഗവാൻ ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ആ കൃപ നമ്മളിലേക്ക് ഇങ്ങനെ ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ പറഞ്ഞു അല്ലെ, ചേതോദർപ്പണമാർജനം ഭവമഹാം
ദാമാഗ്നി നിർവാപണം. അല്ലെ, നാമം ജപിക്കുന്നതിനനുസരിച്ച് പൊടി പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടി നമ്മൾ തുടയ്ക്കുമ്പോ എത്രത്തോളം മിനുസമുള്ളതായിട്ട്, എത്രത്തോളം തെളിമയുള്ളതായിട്ട് വരുന്നുവോ അതുപോലെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ കലികൽമഷങ്ങളെല്ലാം മാറിയിട്ട് അജ്ഞതയാൽ മൂടിയിരിക്കുന്ന നമ്മുടെ കൃഷ്ണാവബോധം എന്ത് ചെയ്യും? പൂർണ്ണ തെളിമയോട് കൂടിയിട്ട് നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്ന, അല്ലെ, ആ യഥാർത്ഥത്തിൽ ആ ഒരു നിലയിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ രണ്ട് ആത്മാക്കളുണ്ട്, അല്ലെ, അണുവാത്മാവ് ഭോക്താവായിട്ടുള്ള ആത്മാവും വിഭു ആത്മാവ് പരമാത്മാവായിട്ട് നിൽക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, സാക്ഷിയായിട്ട് നിൽക്കുന്ന വിഭു ആത്മാവ്. അപ്പൊ നമ്മൾ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കലികൽമഷങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ കൃഷ്ണാവബോധം ഉണർന്നെണീറ്റിട്ട് എന്ത് ചെയ്യും? ഭോക്താവായിട്ടുള്ള അണുവാത്മാവ് ഒരു ചില്ലയിൽ ഇരിക്കുന്ന രണ്ട് കിളികളെ പോലെയാണ്. ആ അണുവാത്മാവ് ആരെ നോക്കും? വിഭുവാത്മാവിനെ ദർശിക്കും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന്. ആ സമയത്ത് അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാന്റെ ആ ചൈതന്യ പ്രഭാവം ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യും? പ്രകടമാവും. ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്ക് അനുഭവവേദ്യമാവും. നമ്മളിലൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ചൈതന്യം, ആ ശക്തി നമ്മളിലേക്ക് ഉണ്ടാവും. ഒരുവനെ നേരായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു മാർഗനിർദ്ദേശം നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. ഇതെല്ലാം നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെ. നമുക്കറിയാം, നമ്മളൊരു രാമനാമ പാട്ടി എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയുടെ ആദ്യത്തെ പേര് തുക്കിരിപ്പാട്ടി എന്നായിരുന്നു അമ്മയുടെ പേര്. അപ്പൊ ആ തുക്കിരിപ്പാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ സാധുവായിട്ടുള്ള സ്ത്രീയെ തുക്കിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൗർഭാഗ്യങ്ങളൊക്കെ ദൗർഭാഗ്യവതിയായിട്ടുള്ള ഒരു പാട്ടി അമ്മയാണ്. അപ്പോ വളരെ ആ ദൗർഭാഗ്യങ്ങൾ കൊണ്ട് വളരെ പാവപ്പെട്ട, എന്നും കഷ്ടതയും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഈ അമ്മയെ ആ നാട്ടിലുള്ള ആൾക്കാരൊന്നും വളരെ കാര്യമായിട്ടൊന്നും പരിഗണിച്ചിട്ടുണ്ടായില്ല. കുറെ കാലം ഇങ്ങനെ ജീവിച്ചു. ആരും സഹകരിക്കില്ല. കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയാ. ഈ അമ്മ എന്ത് വിചാരിച്ചു? അമ്മ വിചാരിച്ചു, ഇനി ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ആരും എന്നെ കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ന് മുതല് ഞാൻ ഭഗവാന്റെ തിരുനാമം ജപിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് രാമനാമം ജപിച്ചു തുടങ്ങി. രാമനാമം ജപിച്ചു തുടങ്ങി. രാവിലും പകലും രാത്രിയും ഊണിലും ഉറക്കത്തിലും എല്ലാം മനസ്സിൽ ഭഗവാന്റെ നാമജപം മാത്രമായിട്ട് ഈ അമ്മ കഴിഞ്ഞുകൂടി, അല്ലെ. കുറെ കാലങ്ങൾ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ അമ്മയുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഇല്ലാതായി. അമ്മയുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ സന്തോഷം അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. ആ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ആ അമ്മയുടെ ചൈതന്യ പ്രഭാവത്തെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള ഒരു കുട്ടിക്ക് കലശലായിട്ടുള്ള വയറുവേദന ഉണ്ടായി. അപ്പൊ ആ കുട്ടിയെ എടുത്തുകൊണ്ട് അതിന്റെ അച്ഛനും അമ്മയും നേരെ ഭിക്ഷങ്കുരന്റെ അടുക്കലേക്ക്, ഡോക്ടറുടെ അടുക്കലേക്ക് ഓടി. അവിടെ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം ഒരു യാത്ര പോയിരിക്കുക. ആ നാട്ടിൽ വേറെ ഭിക്ഷങ്കുരന്മാർ ആരുമില്ല. പെട്ടെന്ന് ആ കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്നു. നാട്ടുമരുന്നുകളൊക്കെ കൊടുത്തു. ഒരു മാറ്റം ഉണ്ടായില്ല. അവസാനം ആരോ പറഞ്ഞു, ഇവിടെ തുക്കിരിപ്പാട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാല് അവരവിടെ നിന്ന് എന്തെങ്കിലും വിഭൂതി തരും. അത് ആ കുട്ടിയുടെ നെറുകയിൽ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ശമനമുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നേരെ തുക്കിരിപ്പാട്ടിയുടെ വീട്ടിൽ ചെന്നു. പാട്ടി, ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്. ഭിഷഗ്വരൻ അവിടെ ഇല്ല. എന്റെ മകനെ രക്ഷിക്കണം. പാട്ടി എന്ത് ചെയ്തു? അമ്മ ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കുറച്ച് വിഭൂതി എടുത്ത് കുട്ടിയുടെ നെറ്റിയിൽ പുരട്ടിയിട്ട് കുട്ടിയെ കൊണ്ട് നാമം ചൊല്ലിച്ചു. വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ആ കുട്ടിയുടെ രോഗമെല്ലാം മാറി. നാട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. എല്ലാരും ചോദിച്ചു, എന്താ ഈ കുട്ടിക്ക് പെട്ടെന്ന് ഈ മാറ്റം വന്നത്? എല്ലാവരും പറഞ്ഞു,
തുക്കിരിപ്പാട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് തുക്കിരിപ്പാട്ടിയുടെ അനുഗ്രഹം കൊണ്ടാ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അന്ന് മുതല് തുക്കിരിപ്പാട്ടിയുടെ പേര് രാമനാമപ്പാട്ടി എന്നായി മാറി. ആൾക്കാർ അതുവരെ സഹകരിക്കാതിരുന്നവരും കരുതാതിരുന്നവരും എല്ലാം തന്നെ രാമനാമപ്പാട്ടിയുടെ ശിഷ്യഗണങ്ങളായിട്ട് മാറി. ഇവിടെ എന്താ സംഭവിച്ചത്? തുക്കിരിപ്പാട്ടിയായിട്ടിരുന്ന അമ്മ നാമം ജപിച്ചു തുടങ്ങിയപ്പോ അപ്രതിഹത അമാനിന മാനദേന അല്ലെ, ഇങ്ങനെയുള്ള ഭാവത്തില് കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചോണ്ടിരുന്നപ്പോ ആ അമ്മ പോലും അറിയാതെ ഭഗവാന്റെ കൃപാകടാക്ഷം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളൊക്കെ അറിയേണ്ട കാര്യം, ആചാര്യന്മാരുടെ സമക്ഷം ചെന്നിട്ട് പുതുതായി വിവാഹം കഴിക്കുന്നവരോ അല്ലാത്തവരോ ഒക്കെ ആയിട്ടുള്ളവർ ചെന്ന് അനുഗ്രഹം ചോദിക്കുമ്പോ എല്ലാവരും അനുഗ്രഹിക്കുമ്പോ എന്ത് ചെയ്യും? ഭഗവാൻ ആ ഉത്തരവാദിത്വം എടുക്കുക അല്ലെ. ആ ഭഗവാൻ ആ ഉത്തരവാദിത്വം എടുത്തിട്ട് ദീർഘസുമംഗലി ഭവ എന്ന് വെച്ച് കഴിഞ്ഞാല് ദീർഘസുമംഗലിയായിട്ട് വാഴേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാ? ഭഗവാന്റെ ഉത്തരവാദിത്തമാ. കാരണം എന്റെ ഭക്തൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തല്ലോ. അങ്ങനെ ഇവിടെ രാമനാമ പാട്ടിക്കും ഭഗവാൻ ആ അനുഗ്രഹം കൊടുക്കാനുണ്ടായ കാര്യം എന്താണ്? രാമനാമ പാട്ടിയുടെ അഹൈതുകമായിട്ടുള്ള ആ നാമജപം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നാമം ജപിക്കുമ്പോ നമ്മളൊക്കെ എല്ലാം അനുഭവപ്പെടുന്ന കാര്യമാ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമുക്ക് നേരായ ദിശകൾ കാണിച്ചു തരും അല്ലെ. നമ്മൾ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഉണ്ടാവും? ഇല്ല അല്ലെ. കൃഷ്ണ സൂര്യസമാ മായാഹു അന്ധകാര എന്നാ പറയണേ. ഭഗവാൻ ഉള്ളിടത്ത് ഭഗവാൻ നാമരൂപത്തിൽ തന്നെയാ, ഭാഗവത രൂപത്തിലാ, ഭഗവത്ഗീതയുടെ രൂപത്തിലാ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ രൂപത്തിലാ. ഈ രൂപത്തിലൊക്കെ തന്നെ നമ്മള് ഭഗവാന്റെ നാമം ചൊല്ലുമ്പോ നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഉണ്ടാവില്ല. നമ്മുടെ മുമ്പില് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളില് ഭഗവാന്റെ കൃപാകടാക്ഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ നാമജപത്തിലൂടെ മാത്രമേ നമ്മുടെ ആത്മീയ ചൈതന്യം ഉണർത്തിയെടുക്കുവാനും ശ്രീല പ്രഭുപാദിന്റെ മിഷനില് കൂടുതൽ കൂടുതൽ പങ്കാളികളാവാനും ഗുരുമഹാരാജിന്റെ ആ ഒരു വിഷനിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പങ്കാളികളാവാനും ശ്രീ കൃഷ്ണബലരാം ക്ഷേത്രത്തിലെ ജഗസാക്ഷി പ്രഭു ഉൾപ്പെടുന്ന എല്ലാ പേർക്കും ഒരു വലിയ താങ്ങായി നിന്നുകൊണ്ട് പ്രചാരത്തിൽ നമുക്കെല്ലാം മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമ ജപം മാത്രമാണ് അല്ലെ. അതുകൊണ്ടാ ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനാഥം നമാമി ഹരിം പരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും കൃഷ്ണ ബലരാമന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.